ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ എന്താണ്, അത് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്താണ്, അത് എങ്ങനെ അവസാനിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ രീതിയിൽ ഒരു കണ്ടേജിയസ് റെസ്പിറേറ്ററി ഇൽനെസ് ആണ്, അതായത് മൂക്കും തൊണ്ടയും അല്ലെങ്കിൽ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗമാണ്. ഇവിടെ ഇൻഫ്ലുവൻസ വൈറസാണ് അതിൻ്റെ കാരണം. എ, ബി, സി, ഡി എന്ന് 4 തരം വൈറസുകളുണ്ട്. നമുക്കറിയാം ഈ ഇൻഫ്ലുവൻസ വൈറസ് എ എന്ന് പറയുന്നതാണ് H1N1. അതിൻ്റെ പ്രോട്ടീൻ, സർഫസ് പ്രോട്ടീൻ അനുസരിച്ച് അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ H3N2 എന്ന് പറയുന്നതും ആ എ ടൈപ്പിൽ തന്നെ വരുന്നതാണ്. സിംറ്റംസ് നമുക്കറിയാം, പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, തലവേദന, അതല്ലാന്നുണ്ടെങ്കിൽ ക്ഷീണം, ശരീരവേദന, ഇങ്ങനെയൊക്കെയാണ്. തുമ്മൽ, ജലദോഷം ഒക്കെ ഉണ്ടാകും. അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ 1 ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ദിവസം ഇത് കണ്ടീജിയസ് ആയിരിക്കും. ഇനി കാരണം ചുമ, അതുപോലെ തന്നെ ചുമയ്ക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ തുമ്മുന്നത് കൊണ്ടും ഒക്കെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഇത് തെറിച്ചിട്ടാണ് ഈ പലപ്പോഴും ഇത് പകരുന്നത്. എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എപ്പോഴും നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ മൂക്കും അല്ലെങ്കിൽ വായുവൊക്കെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അടച്ചു വെക്കുക, മാസ്ക് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേഷനാണ്. നിങ്ങൾ മാറി നിൽക്കുക തന്നെ വേണം. ട്രീറ്റ്മെൻറ്റിൽ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് 3 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ജെൽസിമിയം, റെസ്റ്റോക്സ്, ആഴ്സനിക് ആൽബ് അല്ലെങ്കിൽ യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം, ഇൻഫ്ലുവൻസീനം. ഇങ്ങനെയുള്ള മരുന്നുകൾ 2-3 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്ക് ഈ ഫ്ലൂവിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസയെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതാണ്.